ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 120 മരണം. മുവാൻ വിമാനത്താവളത്തിലാണ് അപകടം. റൺവേയിൽ നിന്നും തെന്നുമാറിയ വിമാനം തൊട്ടടുത്ത മതിലിൽ ഇടിക്കുകയായിരുന്നു. 175 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വളരെയധികം ദുഃഖവാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. 120 മരണമാണിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മരണസംഖ്യയിൽ ഇനിയും ഉയരാനുള്ള സാധ്യത കാണുന്നു എന്ന് തന്നെയല്ലേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? ദേവിക, തീർച്ചയായും നേരത്തെ പറഞ്ഞ ഇപ്പോൾ നമുക്ക് ലഭ്യമായ മരണസംഖ്യയിൽ നിന്നും ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയായി നൽകേണ്ടിയിരിക്കുന്നത്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ 120 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും 151 പേർ മരിച്ചു എന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, 181 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 6 പേർ വിമാനത്തിന്റെ ജീവനക്കാരും അതുപോലെ തന്നെ ബാക്കി 175 പേർ യാത്രക്കാരുമായിരുന്നു. ഈ മുഴുവൻ യാത്രക്കാരിൽ നിന്നും 2 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് എന്നാണ് രക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയിച്ചത്. 2 പേരെ, അതിലൊരു 2 ഫ്ലൈറ്റ് ജീവനക്കാരെ, വിമാന ജീവനക്കാരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ബാക്കി നിരവധി പേർ ആ വിമാനത്തിൽ, അഗ്നിഗോളമായ വിമാനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്നും പുറത്തെടുക്കുന്നതിന്, ജീവനോടെ പുറത്തെടുക്കുന്നതിന് നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനുശേഷം പുറത്തെടുത്ത ശരീരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും 151 പേർ ഇപ്പോൾ മരിച്ചു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി മതിലിടിച്ച് തകരുകയായിരുന്നു. വലിയ തോതിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. വിമാനത്തിന്റെ ചിറകിൽ ഒരു പക്ഷി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടിരുന്നു ലാൻഡിംഗ് വേളയിലെന്ന വിവരവും വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും സ്ഥിരീകരണങ്ങളും ഇനിയും വരാനിരിക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് തന്നെയായിരിക്കും കാരണമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അതിവേഗത്തിൽ റൺവേയിൽ ഇറങ്ങി ഉടൻ തന്നെ റൺവേയിൽ നിന്ന് തെന്നിമാറി റൺവേക്ക് പുറത്തു പോയതിനു ശേഷം വിമാനത്താവളത്തിന്റെ അതിർത്തിയിലെ മതിലിൽ ഇടിക്കുകയായിരുന്നു വിമാനം. ഇടിച്ച ഉടൻ തന്നെ വിമാനം ഒരു പൊട്ടിത്തെറിക്കുകയും തീഗോളമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാവുന്നതാണ്, പൊള്ളലേറ്റും ഇടിയുടെ ആഘാതത്തിലും അതുപോലെ തന്നെ ശ്വാസം മുട്ടിയും ഇത്തരത്തിൽ വൻതോതിൽ പുക പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഏവിയേഷൻ ടർബൈൻ ക്യൂവിൽ നിന്ന് ഉയരുന്ന വലിയ തോതിലുള്ള പുകയാണ് ഉയരുക. അത്തരത്തിൽ ഉയരുന്ന പുകയുടെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ശ്വാസം മുട്ടുണ്ടായിട്ടും ആളുകൾ മരിച്ചിരിക്കാമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം, വിമാനങ്ങളിൽ ലഭ്യമാകുന്ന ഓക്സിജൻ സംവിധാനങ്ങളെല്ലാം തന്നെ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തൊരവസ്ഥ പോലും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് ചില ഓക്സിജൻ മാസ്കുകളെല്ലാം താഴേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി അതൊന്നും ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത പോലും ലഭ്യമായില്ല. നിമിഷങ്ങൾക്കകമെല്ലാം തകരുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 151 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാനും ഒരുപക്ഷെ വിമാനത്തിൽ ബാക്കിയുണ്ടായിരുന്നവർ എല്ലാവരും തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേവിക.